ഇതിൽ ആദ്യത്തെ സിനിമ ദിലീപിന്റെ ഇറങ്ങിയത് ആ വിഷുവിനാണ്, തിളക്കം. തിളക്കം സിനിമയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. എന്റെ ഒരു കുറച്ച് ഓർമ്മകൾ എന്ന് പറയുന്നത് തിളക്കത്തെ കുറിച്ച്, അതിലെ പാട്ട് സാറേ സാറേ സാമ്പാറേ എന്നുള്ള ആ ഒരു പാട്ട്, ആ വിഷുവിനാണ് ആ സിനിമ ഇറങ്ങിയെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച മുമ്പൊക്കെ അതിന്റെ പാട്ടുകൾ ഇറങ്ങിയിരുന്നു. ആ പാട്ട് ഞാൻ ആദ്യമായിട്ടാണോ എന്തായാലും ആ പാട്ട് ശരിക്കും ഒരു ത്രൂ ഔട്ട് കേൾക്കുന്നത് അന്ന് 2003 അമ്മയുടെ അമ്മ സംഘടനയുടെ ഷോ അന്ന് കോഴിക്കോട് വെച്ച് 2003 അത് മാർച്ച് അവസാനവും ഏപ്രിൽ ഫസ്റ്റ് വീക്കോ, എനിക്ക് എക്സാക്ട്ലി ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. അന്ന് മോഹൻലാൽ ഒഴിച്ച് എല്ലാ താരങ്ങളും അന്നുണ്ടായിരുന്നു. മമ്മൂട്ടിയും ദിലീപും ജയറാമും, അന്ന് പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ, കലാഭൻ മണി എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ആ ഷോ കാണാൻ വേണ്ടി അന്ന് പോയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് അവിടുത്തെ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു. അന്ന് ദിലീപ് സാറേ സാറേ സാമ്പാറേ എന്നുള്ള ആ ഒരു പാട്ട് അവിടെ പാടിയതായിട്ട് എനിക്ക് നല്ല ഒരു ഓർമ്മയുണ്ട്. ആ പാട്ട് അവിടെ പ്ലേയും ചെയ്തിരുന്നു എന്ന് തോന്നുന്നു. അത് പാട്ട് ദിലീപ് ഡാൻസ് ചെയ്തിരുന്നു. എന്തായാലും അത് അവിടെ കുറെ പേര് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ മിമിക്രി ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ആ ഒരു സിനിമ ഇങ്ങനെ റിലീസ് ആവാൻ പോകുന്നു, വിഷുവിനെ എല്ലാവരും കാണണം എന്നൊക്കെ പറഞ്ഞ് അന്ന് ആണ് ഞാൻ അത് ആദ്യമായിട്ട് ലൈവായിട്ട് ഒരു പാട്ട് ഫുള്ള് കേൾക്കുന്നത്. പിന്നെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. അത് തൃശ്ശൂർ രാഗം തിയേറ്ററിൽ ആണ് ആ സിനിമ പോയി കണ്ടിരിക്കുന്നത്. അന്ന് ആദ്യം പോയപ്പോൾ ആ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അന്ന് എല്ലാ സിനിമയും തിരക്കാണ്. ക്രോണിക് ബാച്ചിലർ, കിളിച്ചുണ്ട മാമ്പഴം, തിളക്കം, എന്റെ വീടപ്പൂന്റെ ഒക്കെ വിഷു സീസണിൽ ഇറങ്ങിയ എന്തായാലും ആ സിനിമ സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു. ഒന്നും പറയട്ടെ കാര്യമില്ല. ജയരാജ് എന്ന ഡയറക്ടർ പല ജോണറിലുള്ള പടങ്ങൾ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. റാഫി മെക്കാട്ടിന്റെ സ്ക്രിപ്റ്റ്, ഇത് രണ്ടും കൂടിയും കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു അടിപൊളി പടം നമുക്ക് കിട്ടി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആ മെയ് മാസം, ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസം സദാനന്ദന്റെ സമയം, മഴത്തുള്ളിക്കിൽക്കത്തിന് ശേഷം അക്ബർ ജോസ് ഇവർ ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമ, അത് ശരിക്ക് വലിയൊരു വിജയമല്ലായിരുന്നു അന്ന് തിയേറ്ററിൽ. അത് അധികം അത് നമുക്കറിയാൻ ഒരു സബ്ജക്ട് ഇന്ന് നമ്മൾ റിപ്പീറ്റഡ് കാണുന്നുണ്ട്. അതിന്റെ സീൻസ് ഒക്കെ എന്തെങ്കിലും ഒരു ജ്യോത്സ്യം അല്ലെങ്കിൽ ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാളോട് ഒരു അന്ധവിശ്വാസം, ജാതകം, സമയമൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളോട് ചോദിക്കും നീ എന്താ സദാനന്ദനാണോ എന്ന് ചോദിക്കാറുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നത് അത് കുറച്ചും കൂടി ആ സിനിമ കുറച്ചുകൂടി ജനകീയമായി തോന്നുന്നു. എല്ലാവർക്കും ആ സിനിമയെ കുറിച്ച് അറിയാം. അന്ന് ആരും തിയേറ്ററിൽ അധികം പേര് കണ്ടിട്ടില്ല. സിനിമന്റെ കണ്ടന്റ് കൊണ്ടായിരിക്കാം കുറച്ചൊരു സീരിയസ് മൂഡിലാണല്ലോ സെക്കൻഡ് ഹാഫ് ഒക്കെ പോകുന്നത്. പക്ഷെ ദിലീപ് നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അതൊരു പരാജയ സിനിമയൊന്നുമല്ല, പക്ഷെ ജസ്റ്റ് ഒരു ആവറേജിൽ പോയിട്ടുള്ള ഒരു സിനിമ. ഇത് കഴിഞ്ഞിട്ടാണ് ദിലീപിന്റെ തന്നെ ഏറ്റവും വലിയൊരു ഹിറ്റ്, അതുവരെയുള്ള ഏറ്റവും വലിയൊരു ഹിറ്റ് എന്ന് തന്നെ പറയാം. ദിലീപ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത സിനിമ, ദിലീപിന്റെ കരിയറിലെ അതുവരെയുള്ള ഏറ്റവും ബഡ്ജറ്റ് കൂടിയ സിനിമ CID മൂസ. ജോണി ആന്റണി എന്ന സംവിധായകൻ, ദിലീപിന്റെ സ്ഥിരം എഴുത്തുകാരായ CB ഉദയൻ. ആ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞ കാര്യമില്ല, എല്ലാവരും സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ദിലീപും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിലീപിന്റെ ഒരു ഇന്റർവ്യൂ അന്ന് ഞാനേലെന്തോ ആ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ദിലീപ് പറഞ്ഞിരുന്നു ഇങ്ങനെ ജൂലൈ 4 ഇറങ്ങുന്നു, 3 കോടി എന്തോണം അന്ന് ദിലീപ് ആ ബഡ്ജറ്റ് ആ ഇന്റർവ്യൂവിൽ എഴുതിയിട്ട് എനിക്ക് ഓർമ്മ. എന്നിട്ട് ദിലീപ് പറഞ്ഞിട്ടുണ്ട് എന്നെ വെച്ച് ഒരു സിനിമയൊന്നും ഇത്തരത്തിലുള്ള ഒരു 3 കോടി 3.5 കോടി ബഡ്ജറ്റിൽ ചെയ്യാൻ ഒരു നിർമ്മാതാവ് വരില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാണ്, ഞാൻ തന്നെ ചെയ്യാണ്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയുടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്ന് ടിവിയിലൊക്കെ ചാനലിലൊക്കെ വന്നിട്ട് പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്, നിങ്ങൾ എല്ലാവരും കാണാം. അന്ന് ഈ ഫോണിൻ പ്രോഗ്രാം ഒക്കെ ഉള്ള ഒരു സമയമാണ്. നമുക്ക് ഫോൺ വിളിക്കാം, താരങ്ങൾ ഫോണിൽ സംസാരിക്കാം. അന്ന് ഈ സിനിമയെ കുറിച്ച് അങ്ങനെ ദിലീപ് പറഞ്ഞിരുന്നു. പിന്നെ അന്ന് ആ സിനിമയുടെ ഓർമ്മ എന്ന് പറയുന്നത് ജൂലൈ 4 തിരുവനന്തപുരത്ത് അന്ന് ഇറങ്ങി. പക്ഷെ തൃശ്ശൂരൊക്കെ ജൂലൈ 5 അതെനിക്ക് എക്സാക്ട് ഓർമ്മയില്ല. എന്തായാലും എന്തോ ഒരു ഡിലേ ഒരു ദിവസത്തെ അന്ന് വന്നതായിട്ടൊരു ഓർമ്മയുണ്ട്. പിന്നെ അന്ന് ആ സിനിമ CID മൂസയുടെ പെട്ടിയും കൊണ്ട്, അന്ന് പെട്ടിയാണല്ലോ, പെട്ടിയും കൊണ്ട് ദിലീപ് തുലാഭാരം ചെയ്യാനായിട്ട് ഏതോ ഒരു അമ്പലത്തിൽ പോയി. അപ്പൊ അന്നെന്തോ തുലാഭാരം ചെയ്യാൻ പറ്റിയിട്ട് CID മൂസ എന്നുള്ള ഒരു പേരുണ്ടൊരു വഴിപാട് ചെയ്യാൻ പറ്റിയില്ല എന്നോ ഇങ്ങനെ ഒരു വേഗമായിട്ടുള്ള ഒരു ഓർമ്മയാണ് എനിക്ക്. ചിലപ്പോൾ തെറ്റായിരിക്കാം. ഇങ്ങനെ കുറച്ച് ഓർമ്മകൾ. ഞാൻ ആ സിനിമ എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളതാണ്. ഒരു ദിലീപ് സിനിമ മാറ്റ്നിക്ക് പോയിട്ട് സെക്കൻഡ് ഷോ കണ്ടു വന്നിട്ടുള്ളത്. വേറെ ഒരു സിനിമ അങ്ങനെ ഒരു ഷോ കാണാൻ പറ്റും. പൊതുവെ ഒരു ഷോ കാണാൻ പോയി അടുത്ത ഷോ കാണാറുണ്ട്. ഇത് പക്ഷെ അന്ന് 2 ഷോയും കാണാൻ പറ്റില്ല, അത്ര തിരക്കായിരുന്നു. മാറ്റ്നിക്ക് പോയിട്ട് ടിക്കറ്റ് കിട്ടിയില്ല. അത് കഴിഞ്ഞ് പുറത്തൊക്കെ കറങ്ങി വന്ന് ഫസ്റ്റ് ഷോയ്ക്ക് പോയി. ഫസ്റ്റ് ഷോയും അതിഗംഭീരമായിരുന്നു, തിരക്കായിരുന്നു. പിന്നെ സെക്കൻഡ് ഷോന് എങ്ങനെയോ തിയേറ്ററിന്റെ അകത്ത് കയറി പറ്റി. തൃശ്ശൂർ ജോസ് തിയേറ്റർ ആയിരുന്നു. അങ്ങനെ സെക്കൻഡ് ഷോ കണ്ടത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരുപാട് മെമ്മറീസ് ഉണ്ട്. നിങ്ങൾ പലവർക്കും ആ സിനിമയെ കുറിച്ച് ഒരുപാട് മെമ്മറീസ് ഉണ്ടാവും. അടുത്ത സിനിമ മിഴി രണ്ടിലും. അത് 2003 ഓണത്തിന് റിലീസായ സിനിമ. ആ ഓണത്തിന് കുറെ സിനിമകൾ ഉണ്ടായിരുന്നു. ബാലേട്ടൻ, പട്ടാളം, സ്വപ്നക്കൂട്, മിഴി രണ്ടിലും. ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടുള്ള സിനിമകൾ. മിഴി രണ്ടിൽ ഞാൻ കോഴിക്കോട് ബ്ലൂ ഡയമണ്ട് തിയേറ്ററിൽ നിന്നാണ് ആ സിനിമ കാണുന്നത്. നടനാണ് അഗസ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ. ആ സിനിമയുടെ കുറച്ച് ഡിലേ ആയെന്ന് തോന്നുന്നു. കാരണം മീശമാധവനൊക്കെ കഴിഞ്ഞിട്ട് ഇന്ദ്രജിത്ത് ചെയ്യുന്ന ഒരു സിനിമ എന്ന രീതിയിലാണ് ഇന്ദ്രജിത്തിന്റെ കാവ്യമാധവന്റെ ഒക്കെ ഒരു ഫോട്ടോ വെച്ചിട്ടൊക്കെ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. പിന്നെ ദിലീപ് അന്നൊരു ആ സിനിമയിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഒരു ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ ദിലീപ് ഒരു ഗസ്റ്റ് റോള് ചെയ്യുന്നു എന്നാണ് അന്നുണ്ടായത്. ഒരു ദിലീപിന്റെ ഒരു തലയോ പോസ്റ്ററുകളൊന്നും വെച്ചിട്ടല്ല അന്ന് ആദ്യം മാർക്കറ്റ് ചെയ്തിരുന്നത്. പക്ഷെ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇന്റർവെല്ലിൽ തൊട്ട് മുമ്പ് ദിലീപ് വരുന്നു. പിന്നെ ത്രൂ ഔട്ട് ദിലീപ് തന്നെയാണ്.
അന്ന് ദിലീപ് തന്നെ അന്ന് ഒരു ഇന്റർവ്യൂവിൽ ആ സിനിമ ഇറങ്ങിയ ശേഷം ആ ഒരു സൺഡേ ഒരു വ്യാഴം തുടങ്ങുന്ന ആ ഒരു സൺഡേ ദൂരദർശനിൽ അന്ന് രാവിലെ 8:30 9 മണിക്കോ ദിലീപ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് അതിൽ ദിലീപ് പറയുന്നുണ്ട് ഈ ഒരു സിനിമ ആദ്യം കഥ കേട്ടു. ഡയറക്ടർ രഞ്ജിത്ത് കഥ പറയുന്നു. കഥ കേട്ട് ദിലീപ് ചോദിച്ചു ഇതില് കൃഷ്ണകുമാർ എന്നാണ് ക്യാരക്ടർ പേര്. കൃഷ്ണകുമാർ എന്നുള്ള ക്യാരക്ടർ ആരാ ചെയ്യുന്നത്? അപ്പൊ രഞ്ജിത്ത് പറഞ്ഞു നീ ചെയ്തോ. അങ്ങനെ ഞാൻ ചെയ്തു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആ പോസ്റ്ററിൽ ദിലീപ് എന്നെ പറഞ്ഞു അതിൽ എന്റെ തല വെക്കേണ്ട എന്നാണ് ഞാൻ തന്നെയാണ് ആദ്യം പറഞ്ഞത്. കാരണം എന്റെ തല വെച്ചത് ഇപ്പൊ ത്രൂ ഔട്ട് ഒരു ദിലീപ് കോമഡി സിനിമ എന്നൊക്കെ ആൾക്കാർ പ്രതീക്ഷിക്കേണ്ട, അതൊന്ന് സർപ്രൈസ് ആയിട്ട് ആളുകൾ വരട്ടെ എന്നാണ് ദിലീപ് എന്ന് പറഞ്ഞത്. അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ആ സിനിമ അന്ന് നല്ലൊരു സിനിമയായിരുന്നു. നല്ല അതിഗംഭീരമായിട്ടുള്ള പാട്ടുകൾ, രവീന്ദ്ര മാഷിന്റെ പാട്ടുകൾ, അത് ലാലിലത്ത് അലിയുമായിട്ടുള്ള ഒരു പാട്ടും ഒക്കെ നല്ല പാട്ട് തന്നെയായിരുന്നു. ഇന്ദ്രജിത്ത് അതിഗംഭീരമായിട്ട് ആ സിനിമ പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഡോക്ടർ അരുൺ എന്നായിരുന്നു ആ ഒരു ക്യാരക്ടറിന്റെ പേര് എന്നാണ് എന്റെ ഓർമ്മ. നന്നായിട്ട് ഇന്ദ്രജിത്ത്. ജഗതി ശ്രീകുമാറിന്റെ ഒരു അത്യുഗ്ര റോളാണ്. എനിക്ക് തോന്നുന്നു ജഗതി ശ്രീകുമാറിന്റെ പെർഫോമൻസുകളെ കുറിച്ച് പറയുമ്പോൾ അതിലൊരു തറവാടി, ഒരു ചേട്ടന്റെ ക്യാരക്ടറാണ്, ഒരു തറവാടിയാണ്, ക്ഷയിച്ചു പോയിട്ട് തറവാടിയാണ്, പക്ഷെ ഒരു അഭിമാനം വിടാത്ത ഒരു കഥാപാത്രമായിട്ട് കാവ്യമാധവന്റെ ചേട്ടനായിട്ട്. അതെല്ലാം നല്ലൊരു സിനിമ. പക്ഷെ അന്ന് ആ സിനിമ വലിയ വിജയമല്ലായിരുന്നു. അത് എന്തോ അത് നഷ്ടമായിരുന്നോ അതോ ലാഭമായിരുന്നോ അല്ലെങ്കിലും അതൊരു വലിയൊരു സൂപ്പർ ഹിറ്റിലേക്ക് പോയ ഒരു സിനിമയല്ല. പിന്നെ ടി വിയിലൊക്കെ വന്നിട്ടാണ് ആ ഒരു സിനിമയെ കുറിച്ചുള്ള 2-3 അഭിപ്രായങ്ങളുണ്ടായിരുന്നു സിനിമയ്ക്ക്. കുറെ പേര് ഒരു സീരിയൽ പോലെയാണ്, ഒരു തണുപ്പൻ സിനിമയാണ് എന്നൊക്കെ പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു. എനിക്ക് അന്ന് ആ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ദിലീപ് നന്നായിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. എനിക്ക് തോന്നുന്നു ദിലീപിന്റെ ഒരു കോമഡിയോ സാധനങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും ദിലീപ് നന്നായിട്ട് ആ ഒരു സിനിമ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒരു 2 ക്ലൈമാക്സ് ഉണ്ടായിരുന്നു. അന്ന് ആ ഒരു സിനിമ കാണുമ്പോൾ ഒരു ട്രാജഡി ക്ലൈമാക്സ് ആയിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു ടി വിയിലും യൂട്യൂബിലൊക്കെ അതിന് ഒരു രണ്ടാമത്തെ ഒരു ക്ലൈമാക്സ് ഉണ്ട്. അന്നും അത് തിയേറ്ററിൽ രണ്ടാമത് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ല. ഞാൻ കാണാൻ പോയപ്പോൾ ഒരു ക്ലൈമാക്സ് ആയതായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ. നിങ്ങൾ എല്ലാവരും കണ്ടവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയണം. പിന്നെ അടുത്ത സിനിമ കമലിന്റെ സിനിമയാണ്. ഇത് ഒരു വർഷത്തോളം ഡിലേ ആയിട്ട് ഇറങ്ങിയ സിനിമയാണ് ഗ്രാമഫോൺ 2002 കുഞ്ഞിക്കൂനൊക്കെ ഇറങ്ങിയ സമയത്ത് ഒക്ടോബർ മാസം 2002 ഒക്ടോബർ മാസം ഈ സിനിമയുടെ കാസറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അന്ന് അതിലെ പാട്ടുകൾ, വിദ്യാസാഗറിന്റെ സോങ്സ് ഒക്കെ കേട്ട് കേട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നതാണ്. പക്ഷെ ആ സിനിമ അന്ന് ഇറങ്ങിയില്ല. ഗ്രാമഫോൺ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് കമല് നമ്മൾ ചെയ്തത്. അതുകൊണ്ടാണ് ഗ്രാമഫോണിൽ അഭിനയിച്ച നൂലുണ്ടേനെ വിജീഷിനെ നമ്മളിൽ അഭിനയിപ്പിക്കുന്നത്. പക്ഷെ ഇതും കഴിഞ്ഞ് നമ്മളും കഴിഞ്ഞ് സ്വപ്നക്കൂടൊക്കെ കഴിഞ്ഞിട്ടാണ് ഗ്രാമഫോൺ റിലീസ് ആവുന്നത്. അതെന്തായിരുന്നു അതിന്റെ കാരണം എന്ന് എനിക്കിപ്പറിയില്ല. ഗ്രാമഫോണും ഈ പറഞ്ഞ പോലെ 2 ക്ലൈമാക്സ് ഉണ്ടായിരുന്നു ആ ഒരു സിനിമയ്ക്ക്. ആദ്യം ഒരു ട്രാജഡി ക്ലൈമാക്സും പിന്നെ ഒരു നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ക്ലൈമാക്സും. എന്തായാലും ആ ഒരു സിനിമ നല്ലൊരു സിനിമയാണ്. നല്ല പാട്ടുകൾ, ദിലീപ് നന്നായിട്ട് പെർഫോം ചെയ്തു, സലീം കുമാറിന്റെ പെർഫോമൻസ്, ഒരുപാട് കാര്യങ്ങൾ, നല്ല ഘടകങ്ങളുണ്ട് ആ സിനിമയെ കുറിച്ച് എടുത്തു പറയേണ്ടത്. പക്ഷെ ആ സിനിമയും തിയേറ്ററിൽ വിജയിച്ച ഒരു സിനിമയല്ല. പിന്നെ അടുത്തൊരു സിനിമ ഇതുപോലെ തന്നെ പെട്ടി കിടന്ന സിനിമയാണ് വിനയൻ ദിലീപിന്റെ സിനിമ വാറല്ലവ് ശരിക്കും എത്ര വർഷം വൈകിയാണ് ഇറങ്ങിയെന്ന് അറിയില്ല. ഞാൻ ആ സിനിമ അന്ന് തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടില്ല. ഇപ്പോഴും ആ സിനിമ ഞാൻ ത്രൂ ഔട്ട് കണ്ടിട്ടില്ല. പലപ്പോഴും പല സീനുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇന്ന് ഏറ്റവും കൂടുതൽ ട്രോളുകളിലൂടെയാണ് ആ ഒരു സിനിമയുടെ സ്റ്റിൽസ് ഒക്കെ നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. എനിക്ക് തോന്നുന്നു ആ സിനിമ 2001 രാക്ഷസ രാജാവിന് മുമ്പ് ഷൂട്ടിംഗ് തീർന്നിട്ടുണ്ട് തോന്നുന്നു. എനിക്കൂടെ 2000 എന്ന വർഷം ആ ഓണത്തിന് ജോക്കറും വാറലവും ഈ 2 സിനിമകളുടെ ട്രെയിലർ എന്തോ ടി വിയിൽ കാണിച്ചതായിട്ട് ഒരു ചെറിയൊരു ഓർമ്മ എനിക്കുണ്ട്. അന്ന് ഇതിന്റെ ട്രെയിലറുകൾ കാണിച്ചത്. കാരണം അന്ന് ആ സിനിമ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് അന്ന് ദിലീപ് വലിയൊരു സ്റ്റാർ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രഭുവിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് അന്ന് ആ സിനിമ ഷൂട്ട് തുടങ്ങിയിരുന്നത് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നീട് ആ സിനിമ കുറെ വൈകി. കാരണം 2001 രാക്ഷസ രാജാവ് കേട്ട് പിന്നെ വിനയനും ദിലീപും ഒന്നിച്ചിട്ടില്ല. അത് കണ്ട് കുറെ അഭിപ്രായ വ്യത്യാസം കാരണമാണ് വിനയൻ ഊമപ്പെണ്ണിൽ ജയസൂര്യ അഭിനയിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് ശേഷം അല്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ എന്തുകൊണ്ടോ പടം തീർക്കണല്ലോ, അങ്ങനെ ഒരുവിധം ആ സിനിമ തീർത്തതാണെന്ന് തോന്നുന്നു. എന്തായാലും തീർത്തിട്ട് 2003 2003 വാറല്ലവും മുല്ലവള്ളിയും തേന്മാവും, പിന്നെ അന്ന് പിതാമഹൻ തിയേറ്ററിലുണ്ട്, പിന്നെ ഹരിഹരൻ പിള്ള ഹാപ്പി ഉണ്ട്. ഇങ്ങനെ കുറെ സിനിമകൾ ആ ഒരു ഒക്ടോബർ നവംബർ 2003 ഇറങ്ങിയതായിട്ടാണ് എനിക്കൊരു ഓർമ്മയുള്ളത്. അതിൽ വാറല്ലവ് ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. ഇതുവരെ ഞാൻ ആ സിനിമ ശരിക്കും ത്രൂട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ സിനിമ കണ്ടുകൊണ്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഈ ഒരു ഡിലേ ആവാനുള്ള കാരണം അറിയുമെങ്കിൽ അതും പറയണം. പിന്നെ അടുത്ത സിനിമ ക്രിസ്മസിന് പട്ടണത്തിൽ സുന്ദരൻ, വിപിൻ മോഹൻ എന്ന ഡയറക്ടർ ഡയറക്ട് ചെയ്തൊരു സിനിമ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അന്ന് തിയേറ്ററിൽ വിജയിക്കാതെ പോയൊരു സിനിമയാണ്. ആ ഒരു സിനിമയുടെ ഒപ്പിറങ്ങിയ മനസ്സിനക്കരയായിരുന്നു ആ ക്രിസ്മസ് തൂക്കിയത്. ആ ക്രിസ്മസ് വിന്നർ മനസ്സിനക്കരയായിരുന്നു. പക്ഷെ എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. കാരണം ദിലീപും കൊച്ചിൻ ഹനീഫയാണ് കൂടുതൽ എനിക്ക് ഓർമ്മയുള്ളത്. അതിൽ ചില സീനൊക്കെ ഇവര് ഈവനിങ് ക്ലാസ്സിന് പഠിക്കാൻ വേണ്ടി പോകും. കൊച്ചിൻ ഹനീഫ ഒരു ജയൻ സ്റ്റൈലിൽ ബെൽ ബോട്ടം പാൻറ്റും ഒക്കെ ഇട്ട് വരുന്നു.
അത് അവിടെ നിന്ന് കുറെ കൊച്ചിൻ ഹനീഫയുടെ കുറെ തമാശകൾ, പിന്നെ അതിൽ ദിലീപ് പറയുന്ന ഒരു ഡയലോഗുണ്ട്, എനിക്ക് വയറ് കാണാൻ തോന്നുന്നു എന്ന് പറയുമ്പോൾ കൊച്ചിൻ ഹനീഫ് വയറ് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഈ വയറല്ല എന്ന് പറയുമ്പോൾ ഈ ചുമരൊക്കെ പൊളിച്ചിട്ട് ഇനി വയറിങ്ങൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട്. അങ്ങനെ കുറെ കൗണ്ടറുകൾ കൊച്ചിൻ ഹനീഫയുടെ ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എന്തോ ആ സിനിമ എന്തുകൊണ്ടെന്ന് തിയേറ്ററിൽ പരാജയപ്പെട്ടു എന്ന് എനിക്ക് അറിയില്ല. കാരണം ദിലീപിന്റെ അന്നത്തെ കുബേരനും ആയാലും വലിയ ലോജിക് ഒന്നും ഇല്ലെങ്കിലൊക്കെ സിനിമകൾ ഓടേണ്ടതാണ്. ഈ സിനിമ എന്തോ അന്ന് പരാജയപ്പെട്ടു പോയി. എന്തായാലും ഇത്രയും സിനിമകളാണ് ദിലീപിന്റെ അന്ന് ആ വർഷം തിയേറ്ററിൽ ഇറങ്ങിയത്. ഇതിൽ ഫേവറേറ്റ് സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CD മൂസ തന്നെയായിരിക്കും ഫേവറേറ്റ് സിനിമ. തിളക്കവും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. പട്ടണത്തിൽ സുന്ദരവും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഗ്രാമഫോണും ഇഷ്ടപ്പെട്ട സിനിമയാണ്. എല്ലാ സിനിമകളും ഒന്നിനൊന്നിനും മികച്ച സിനിമകൾ തന്നെയാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ അന്ന് കണ്ട തിയേറ്ററിൽ കണ്ട ഓർമ്മകൾ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക.